ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് എല്ലാവരും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനൊരു വേറൊരു കശുവണ്ടി കേസിൽ പെട്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വേറൊരു ടോപ്പിക്കും സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. വേറെ ഒന്നുമല്ല, അബ്സ റെജി എന്നാണ് കറക്റ്റ് ആയിട്ട് പേരെന്ന് തോന്നുന്നു. ആള് ഫസ്റ്റ് ഇട്ട ആളുടെ പ്രൊഫൈലില് ഫസ്റ്റ് ഇട്ട വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഈ ഒരു വീഡിയോന്റെ ഇതിലായിട്ട് ആൾ എഴുതിയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയത് ഒറ്റ സെക്കൻഡേ. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവം. ഏകദേശം 40-50 വയസ്സിനിടയിൽ പ്രായമായ ഈ വ്യക്തി മറ്റു സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നിട്ടും എന്റെ അടുത്ത് വന്നിരുന്ന് നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടി ഉരുമിയിരുന്നപ്പോൾ തന്നെ ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. എന്നിട്ട് വീണ്ടും അയാൾ അറിയാത്ത ഭാവത്തിൽ എന്റെ ദേഹത്ത് തൊട്ട് തന്നെ ഇരിക്കാൻ നോക്കുകയായിരുന്നു. മെലിഞ്ഞ ശരീരമായിട്ടും അയാൾ മാക്സിമം എന്നെ ഞെരുക്കിയിരുത്താൻ നോക്കി. അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. കണ്ടാൽ വെറും മാന്യനാണ്, എന്നാൽ കയ്യിലിരിപ്പ് നല്ലതല്ല. അയാൾ മനഃപൂർവ്വം ദേഹത്ത് കൈവച്ചതാണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാവും. മുമ്പും ഇത്തരം അനുഭവം ഉണ്ടായിട്ടും തെളിവുകൾ, അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ ആളിപ്പം വീഡിയോ എടുത്ത് വെച്ചതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു വീഡിയോ എടുത്തത് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുടെ അടുത്ത് ഒരാൾ വന്നിരുന്നു. ഒരു മധ്യവയസ്കൻ, 40-50 വയസ്സിന് ഒരു വയസ്സായ ഒരാൾ വന്നിരുന്നപ്പോ പിന്നെ ആൾക്ക് കുറച്ച് നീങ്ങിയിരിക്കാൻ സ്പേസ് ഉണ്ടായിട്ട് പോലും ആളെ ഈ പറയുന്ന അബ്സയെ മുട്ടി ഉരുമി ഞെരുക്കി ഒരു സൈഡിലേക്ക് വെച്ചിരുന്നു. അപ്പൊ തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചെന്നുള്ളതാണ് ആളാ ഒരു വീഡിയോയിൽ പറയുന്നത്. ആ വീഡിയോ നോക്കുന്ന സമയത്ത് ആർക്കായാലും, ഞാൻ അടങ്ങുന്ന ഏതൊരു വ്യക്തി കാണുന്നുണ്ടെങ്കിലും അതിൽ ഈ പറയുന്ന അടുത്ത് നിൽക്കുന്ന ആള് അബ്സേനെ ഒരു രീതിയിലും തൊടുന്നതായിട്ടോ, അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ തൊടുന്നതായിട്ടോ, വേറെ എവിടെയെങ്കിലും ബോഡി പാർട്സിൽ തൊടുന്നതായിട്ടോ ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അത് എല്ലാരും, റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാവട്ടെ, നോർമലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളാവട്ടെ, ഇതുവരെ റിയാക്ഷൻ ചെയ്യാത്ത ആൾക്കാർ വരെ ഈ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഈ കുട്ടി റീച്ചിന് വേണ്ടി ചെയ്തതാണ്, പിന്നെ കുറച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി, ഇതാണല്ലോ ഇപ്പൊ ട്രെൻഡ്, ബസ്സിൽ ക്യാമറ ഓൺ ഒരുപാട് ആൾക്കാർ കോമഡി കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ ഇത് വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം, അതായത് ഈ ഒരു വീഡിയോ 7 മില്യൺ എങ്ങനെ ആൾക്കാർ കണ്ടു. അത് കണ്ടതിന് ശേഷം അതിൽ മൊത്തം ഈ കുട്ടീന്റെ എഗെയിൻസ്റ്റ് ആണ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ വീഡിയോ ചെയ്ത് മൊത്തം ഈ കുട്ടീനെ എഗെയിൻസ്റ്റ് ആണ്. റീച്ച് ആവാൻ വേണ്ടി, കുറച്ച് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഈ കുട്ടി ഒരാളെ പിന്നെ കരുവാക്കി, ആളുടെ മുഖം ബ്ലർ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പറയുന്ന അടുത്തിരുന്ന ആളുടെ മുഖം ബ്ലർ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയും ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞ സമയത്ത് ഈ അബ്സ എന്ന് പറയുന്ന ആള് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്ക് അറിയായിരിക്കും, എടേ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരി മേടിക്കാൻ തന്നെയാ എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ, അതത്ര ശരിയായിട്ടില്ല. പിന്നെ പുരുഷ സംഘത്തിന്റെ മുതലാളി എന്റെ തലയ്ക്ക് 10,000 വില ഇട്ടിട്ടുണ്ട്. ഞാൻ അഡ്രസ്സ് പറഞ്ഞു തരാം, ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക്. അല്ലെ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 20,000 രൂപ അങ്ങോട്ട് തരാം. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വല്ല പണയം വെച്ച് തരാം. ഞാൻ മാനം കെടുത്തി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ. നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട്, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഞാൻ തന്നെ ഒരു 80 ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലറാക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനെ മനസ്സിലാവുമെന്ന്. ഞാൻ കുടുംബം തകർത്തെന്ന്. വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായല്ലേ, എന്നിട്ടും അയാൾ എന്താ പുറത്തു വരാത്തെ? അയാൾക്കറിയാം അയാൾ ചെയ്തത് പോക്കൃത്തരാന്ന്. നിങ്ങൾ എന്നെ പിഴയെന്ന് വിളിച്ചല്ലേ. ഒരു കാര്യം ആലോചിച്ച് നോക്ക്, നാളെ എന്നെ പോലെ ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും ഇതുപോലെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, അവർ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവർ കേസിന് പോകുമോ ഇല്ലയോ? ആലോചിച്ച് നോക്ക്. അപ്പം അയാൾ എന്തായിരിക്കും പുറത്തു വരാത്തതെന്ന്. റിയാക്ഷൻ വീഡിയോ ഇട്ട ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എനിക്ക് ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്.
എനിക്ക് പക്ഷെ അതെങ്ങനെ ചെയ്യണ്ടേന്ന് അറിയത്തില്ല, എൻ്റെ കയ്യിൽ പൈസയുമില്ല. നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിലെ വലിയ വലിയ ആൾക്കാരില്ലേ, പറ്റുമെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇത് കാണുന്ന ഏതെങ്കിലും ലോയേഴ്സോ അല്ലെങ്കിൽ നിയമ നടപടികൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എൻ്റെ കമൻറ്റ് സെക്ഷനിലുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എൻ്റെ കമൻറ്റ് സെക്ഷനിലുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് വന്ന് പറയുന്നു, അപ്പം നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കുമോ? അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തേ പഴം ഇരുന്നേന്ന് ചോദിക്കുമോ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ, നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കൂ. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ കമ്പനി. അപ്പോ അപ്സാക്കെ റെജി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്, കുറച്ച് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യത്തിൽ ആദ്യം നമുക്ക് ഞാൻ ഈ അപ്സാക്കെ റെജിനോട് യോജിക്കുന്ന കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം. ആള് പറയുന്നത് വളരെ വളരെ കറക്റ്റാണ്. ഇപ്പൊ ഞാനാണ് അടുത്തിരുന്ന ആ വ്യക്തി എന്നുണ്ടെങ്കിൽ എന്റെ മുഖം ബ്ലറാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏകദേശം എന്റെ ഒരു ശരീരഘടനയൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് അത് മനസ്സിലാവും ഞാനാണ്. അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അത് തന്നെയാണ് എൽനോസ് പാർട്ടയാണെന്നുള്ളത് മനസ്സിലാവും. അത് ശരി തന്നെയാണ്. അങ്ങനെ മനസ്സിലായിട്ടും അല്ലെങ്കിൽ ഞാൻ ആണ് ആ ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടീനെ മോശമായിട്ട് തൊട്ടിട്ടുമില്ല. ഈ കുട്ടി എന്നോട് ഇപ്പം സ്വാഭാവികമായിട്ടും അപ്സ പറഞ്ഞു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, ആളോട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം. അതിപ്പം ഒച്ചത്തിലായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുന്നത്. നമ്മളിനി മെല്ലെ ഏട്ടാ എന്താണ് ഏട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ മുട്ടല്ല ഏട്ടാ, കുറച്ച് അപ്പുറത്തിരിക്കുക ഏട്ടാ, അതല്ലല്ലോ പ്രതികരണം. കുറച്ചൊരു ഹാഷായിട്ടായിരിക്കുമല്ലോ പ്രതികരിച്ചിട്ടുണ്ടാവുന്നത്. അന്നിപ്പോൾ ആ ബസ്സിലുള്ള കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ഇടപെട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വ്യക്തി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനാണ് ആ വ്യക്തിയെങ്കിലാണ് ഞാൻ പറയുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഈ പറയുന്നത് പോലെ 80 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ട് എനിക്ക് എവിടുന്നെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ഞാൻ നിരപരാധി ആയിരുന്നുവെങ്കിൽ ഞാൻ കേസ് കൊടുത്തേനെ. അത് ശരി തന്നെയാണ്. ഈ പറയുന്ന അപ്സ പറയുന്നത് വളരെ ശരിയാണ്. ആ വ്യക്തി നിരപരാധിയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഡിഫമേഷന് കേസ് കൊടുത്തേനെ. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞേനെ നിങ്ങൾ ഡിഫമേഷന് പോകണം, ഇത്രയും ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ആ കുട്ടീന്റെ എഗെയിൻസ്റ്റ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ നിങ്ങൾ എന്തായാലും കേസ് കൊടുക്കണമെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ ആൾക്ക് ഫാമിലി ഉണ്ടാവുമല്ലോ, ഫാമിലിയിലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് എന്നുള്ളത്. ചിലപ്പം ഈ പറയുന്നത് പോലെ ഈ അപ്സാർ രജീനെ ആ വ്യക്തി മോശമായിട്ട് തൊട്ടിരുന്നിരിക്കാം, പ്രതികരിച്ചിരിക്കാം. നിനക്ക് തെറ്റുപറ്റിയത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ അറ്റവും മൂലയില്ലാത്ത ഒന്നും ഇങ്ങനെ വെറുതെ ഒരു സാധനം വെച്ചിട്ട് അതിന്റെ താഴത്ത് ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും, 100% നിന്റെ എഗെയിൻസ്റ്റ് ആവും. ആ ഒരു ക്ലിപ്പ് വെച്ചതിന് ശേഷം നീ ബാക്കി 2 വീഡിയോ ഇട്ടൂലോ, പിന്നെ റിയാക്ഷൻ ചെയ്യുന്നവരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സമൂഹത്തെ കുറിച്ചിട്ടും കമന്റ് ബോക്സിൽ കമന്റ് പറയുന്നവരെ കുറിച്ചിട്ടും ആ സംസാരം നീ അതേ വീഡിയോയിൽ, നീ ആദ്യം ഇട്ട വീഡിയോയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായി പറഞ്ഞിരുന്നുവെങ്കിൽ
ആ ആളെ കണ്ടുപിടിക്കാനും ആ ആൾക്കെതിരെ ഈ പറയുന്ന 40-50 വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആ വ്യക്തിയെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ നിന്നെ ആൾക്കാർ സഹായിച്ചേനെ. അങ്ങനെ ഒരിക്കലും ഇല്ലാന്ന് പറയരുത്. പിന്നെ നീ രണ്ടാമത് പറഞ്ഞത്, എനിക്ക് നിന്നോടുള്ള എതിർപ്പ് എന്താന്ന് പറഞ്ഞാൽ, നീ പറയുന്നുണ്ട് എന്റെ അനിയത്തിമാരോട് അല്ലെങ്കിൽ ഈ സ്ത്രീ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു സാധാരണക്കാരിയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, പബ്ലിക് ആയിട്ടുള്ള നമ്മളിപ്പം ട്രാൻസ്പോർട്ട് മീൻസ് ട്രെയിൻ, ബസ് അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരിക്കലും നമ്മളിവിടെ സേഫ് അല്ല എന്നൊന്നുമല്ല, അങ്ങനെയൊന്നും അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രതികരിക്കുന്ന സമയത്ത് നീ ചെയ്യേണ്ടിയിരുന്നത്, നീ പ്രതികരിക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്തിടണം എന്നല്ല ഞാൻ പറഞ്ഞത്. നീ അതേ വീഡിയോയിൽ പറയണമായിരുന്നു എവിടെ, എങ്ങനെ, ഏത് ബസ്, പിന്നെ എത്ര മണിക്കെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയാം. കാരണം ഇതിനു മുന്നേയും ഇതുപോലെ സംഭവങ്ങളിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തില്, മനസ്സിലായില്ലേ? അതിന് കേരളം വിട്ടങ്ങ് UK-ലും പിന്നെ അമേരിക്കയിലൊന്നും പോയി ജീവിക്കണം എന്നില്ല സേഫ് ആയിരിക്കാൻ. അങ്ങനെ പാടെ അങ്ങ് അധിക്ഷേപിക്കുന്നത് ശരിയല്ല. ഈ പറഞ്ഞ പോലെ നിനക്ക് നെഗറ്റീവ് വരാനുള്ള കാരണം ഇതാണ്. വെറുതെ എങ്ങനെ ഇരിക്കുന്നു, ആ വ്യക്തി തന്നെ ഒന്നും ചെയ്യുന്നില്ല, നീ എന്താന്നുള്ളത് ക്യാപ്ഷനിൽ മാത്രമേ എഴുതിയിട്ടിട്ടുള്ളൂ. അതിന് പകരം ബാക്കി 2 ക്ലിപ്സ് ഇടുന്നതിന് പകരം ആ സെയിം വീഡിയോയിൽ വന്നിരുന്നു ഇതാണ് സംഭവം എന്ന് പറയാമായിരുന്നു. 2, നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, നിന്നോട് മിസ്ബിഹേവ് ചെയ്ത ആളോട് ഗാന്ധിജി ആവേണ്ട കാര്യമൊന്നുമില്ല അവിടെ. നിനക്ക് പിന്നെ വന്നിട്ട് നിന്നെ സ്നേഹിച്ച വ്യക്തിയൊന്നുമല്ലല്ലോ. അതായത് നിന്നോട് ഭയങ്കര എളിമ കാണിച്ചിട്ട് പിന്നെ എന്തോ ഇതും ചെയ്ത ആളൊന്നല്ലല്ലോ. നിന്നെ മിസ്ബിഹേവ് ചെയ്ത ഒരാളാണ് നിന്നോട്, നിന്റെ മേത്ത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് തൊട്ട ഒരാളാണ്. ആ ഒരാളെ നീ എന്തിനാണ് രക്ഷിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ ആ ആൾക്ക് കുടുംബമുണ്ടെന്ന് നീ ചിന്തിക്കേണ്ട കാര്യം എന്താണുള്ളത്? ഒരിക്കലും നീ ആ വ്യക്തിയുടെ മുഖം ബ്ലർ ചെയ്യാൻ പാടില്ലായിരുന്നു. നല്ല മനുഷ്യനൊന്നുമല്ലല്ലോ നീ. ആ വ്യക്തിയുടെ മുഖം ഇട്ട് കഴിഞ്ഞാൽ നാളെ ആ വ്യക്തി ഒരാളുടെ അടുത്ത് വന്നിരിക്കുമ്പം അവർക്ക് എണീച്ചു പോവാം, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇരിക്കരുത് എന്ന് പറയാം, ഇത് നിങ്ങളല്ലേ എന്ന് ചോദിക്കാം. എന്തിനാണ് ബ്ലർ ആക്കേണ്ട ആവശ്യം? എന്തിനാണ് ബ്ലർ ആക്കിയത്? ആളുടെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ, ആളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നിന്നെ വേറെ രീതിയിൽ തൊട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിന്റെ ഭാഗത്ത് 100% ശരിയുണ്ട്. ആ വ്യക്തി എന്നെ തൊട്ടോ അല്ലെങ്കിൽ എനിക്ക് അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ എന്തിനാണ് മുഖം ബ്ലർ ചെയ്യുന്നത്? ആരെയാണ് രക്ഷിക്കുന്നത്? സീരിയസ്ലി അതിനോട് എനിക്ക് യോജിക്കാനേ പറ്റില്ല. നാളെ ഈ പറയുന്ന ഇതുപോലൊരു അനുഭവം ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ. പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടികൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പെൺകുട്ടികൾ മാത്രമൊന്നുമല്ല, ആൺകുട്ടികളും ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ മുഖമൊന്നും ബ്ലർ ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല. കാണിക്കേ, 4 ആള് കാണട്ടെ, കുടുംബം കാണട്ടെ, വീട്ടുകാർ കാണട്ടെ. അങ്ങനെയെങ്കിലും നിർത്തണം ഇമാതിരി പരിപാടികള്. നീ അങ്ങനെ ചെയ്യാൻ ഇനിയും നിനക്ക് അവസരങ്ങളുണ്ട്, ഈ പറയുന്ന പോലെ അവസരങ്ങളുണ്ട്. നിനക്ക് ഇനിയും വന്നിരുന്ന് പറയാം ഈ വ്യക്തിയാണ് ഞാൻ, ഈ വ്യക്തിയെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയുന്നു, ഈ വ്യക്തിയാണ് എന്റെ ദേഹത്ത് പിന്നെ എനിക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ, എനിക്ക് വളരെ മോശം രീതിയിൽ എന്നെ തൊട്ടതെന്ന് എനിക്ക് പറയാം. അബ്സേനോടാണ് ഞാൻ പറയുന്നത്, പറയാം. കാരണം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വന്നിരുന്ന പറഞ്ഞ ഡിഫോമേഷൻ കേസ് കൊടുക്കാൻ റെഡി ആയിട്ടുള്ള അബ്സ ഇങ്ങനെ ചെയ്. അപ്പൊ സ്വാഭാവികമായിട്ടും അറിയാലോ. പിന്നെ വിവരിച്ച് പറയാ എവിടെ നിന്ന് എവിടെയുള്ള ബസ്സിലേക്കാണ്, എങ്ങനെയാണ് പ്രതികരിച്ചത്. ഇപ്പൊ ആ സമയത്ത് നമുക്ക് ഡിപ്പോ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ ആരാന്നും ഡ്രൈവർ ആരാന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവർക്ക് ഇതൊന്നും വലിയ പണിയുള്ള പണിയൊന്നുമല്ല. നിന്റെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ നീ വന്നിരുന്നിട്ട് ആൾക്കാരോട് അല്ലെങ്കിൽ ഇനിയുള്ള സ്ത്രീകളോട്, നിന്റെ അനിയത്തിമാരോട് ഇങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി പ്രതികരിക്കുന്ന പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വീഡിയോ എടുത്തോളൂ, നിങ്ങളെ പ്രൂഫിന് വേണ്ടി നിങ്ങൾ വീഡിയോ എടുത്തോളൂ. പ്രതികരിച്ചതിന് ശേഷമുള്ള ഭാഗങ്ങൾ കൂടി റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രതികരിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കണം എന്നല്ല. ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിച്ചതിന് ശേഷം അവൻ ഓടുന്നതാണെങ്കിൽ ഓടുന്നത്, അല്ലെങ്കിൽ നിൽക്കുന്ന വീഡിയോ എടുത്തു വെക്കുക. എന്നിട്ട് ബ്ലർ ചെയ്യാണ്ട് ഇടുക ഇവരുടെയൊക്കെ ഫേസ്. പ്രതികരിക്കുക തന്നെ വേണം. നിങ്ങൾ അടങ്ങിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ദേഹത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ, നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പഴം വിഴുങ്ങിയിരിക്കുമൊന്നും വേണ്ട. പിന്നെ ഈ കുട്ടി ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക്, ഒരു പുരുഷന്, ഒരു ആൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ വന്നപ്പോൾ എന്താ പഴം വിഴുങ്ങി ഇരുന്നതാണോ എന്ന് ഞാൻ ചോദിക്കും. എന്റെ അനിയത്തിമാര് അല്ലെങ്കിൽ എന്റെ അനിയന്മാര് ഒക്കെ ബസ്സിൽ പോകുമ്പോൾ വീട്ടിൽ വന്നിട്ട് അയ്യോ എന്നെ ഒരാൾ ഇങ്ങനെ തൊട്ടു, ഞാനത് പിന്നെ പോട്ടേന്ന് വെച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞാക്ക് എന്റെ കിട്ടും. എന്റെ അനിയത്തി ആണെങ്കിലും അനിയനെന്തെങ്കിലും കാരണം ഞാൻ അടിച്ചു പൊട്ടി. കാരണം അങ്ങനെയല്ല ഞാൻ ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുള്ളത്, അങ്ങനെയല്ല ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്.
എന്റെ പെങ്ങന്മാർക്കും എന്റെ അനിയന്മാർക്കും അങ്ങനെയല്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ അതുപോലെ തന്നെയാണ്, അങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് 100% എനിക്ക് ഉറപ്പുള്ള കാര്യമാണത്. പിന്നെ ഈ പറഞ്ഞ പോലെ കേസും മെൻ അസോസിയേഷൻ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്, പിന്നെ അതൊക്കെ അതിന്റെ വശത്തുകൂടെ പോട്ടെ. കാരണം അബ്സന്റെ കയ്യിൽ ഈ വീഡിയോ ഉണ്ടല്ലോ, ആളുടെ ഫേസ് ഉണ്ടല്ലോ. സ്റ്റേഷനിൽ പോവാ, ഫേസ് കാണിക്കുക, ഏത് ബസ്സാ എന്താന്നൊക്കെ ഉള്ളത് പറയുക, അതിന്റെ അപ്ഡേറ്റ്സും കൂടെ കൊടുക്കുക. വളരെ കൃത്യമായിട്ട് അതിന്റെ അപ്ഡേറ്റ്സും കൂടെ. കാരണം ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വിഷയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിന്റെ അപ്ഡേറ്റ്സ്, അബ്സ പോകുന്നു, സ്റ്റേഷനിൽ പോകുന്നു, ഇതാണ് ആ വ്യക്തി എന്ന് പറയുന്നു, അവിടെ വീഡിയോ കൊടുക്കുന്നു വളരെ കൃത്യമായിട്ട്, എപ്പോ ഇവിടെ നിന്നുള്ള ബസ്സാണെന്ന് പറയുന്നു. അന്വേഷിക്കട്ടെ, പോലീസുകാർ അന്വേഷിക്കട്ടെ. അത് കഴിഞ്ഞ് അയാൾ പുറത്തു വരട്ടെ, അയാളെ നിരപരാധിത്വം അയാൾ തെളിയിക്കട്ടെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ കമന്റ് ബോക്സിൽ വരുന്ന ആൾക്കാർ സ്വാഭാവികമാണത്. ഒരു ബന്ധമില്ലാത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങനെ പറയും. മനസ്സിലായില്ലേ? പ്രതികരിച്ചിട്ടുണ്ടാവാം, അബ്സ പ്രതികരിച്ചിട്ടുണ്ടാവാം, അയാളെ കാരണം നോക്കി 2 പൊട്ടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടുണ്ടാവാം, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതൊക്കെ ആ സെയിം വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ മോള് പ്രതികരിച്ചതിൽ പിന്നെ തെറ്റുണ്ടോന്നോ ഒന്നുമല്ല. പ്രതികരിക്കണം, അതാരായാലും പ്രതികരിച്ചേ പറ്റുള്ളൂ. ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഈ അഭിപ്രായമാണുള്ളത്. ടു ബി വെരി ഓണസ്റ്റ്, ഈ പറയുന്ന പോലെ ഇടുമ്പോൾ ആദ്യം വളരെ കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആരും നെഗറ്റീവ് പറയില്ലായിരുന്നു. എല്ലാവരും ഈ പറയുന്ന അബ്സെന്റെ കൂടെ നിന്നേനെ. ആ ആളെ എങ്ങനെയെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെ, അതിന് തന്നെ. കാരണം ഇതിന് മുന്നേയും കേരളത്തിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ നടന്നിട്ടുണ്ട്. ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ അങ്ങനെ പ്രതികളെ ആദ്യം ഒരു പ്രാവശ്യം മസ്താനിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പിഴവ് ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞുള്ള എല്ലാ വന്ന കേസുകളിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എല്ലാവരും ഒന്നടങ്കം ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുടെ എഗെയിൻസ്റ്റ് തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ. നെക്സ്റ്റ് ഇനി പ്രതികരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുക. അബ്സയാണെന്നുണ്ടെങ്കിലും എഗെയിൻ ഞാൻ പറയുന്നു, കേസുമായിട്ട് മുന്നോട്ട് പോവുക. ഡിഫമേഷൻ കേസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിനെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും. എന്തിനാണ് ബ്ലർ ചെയ്തിടേണ്ട ആവശ്യം? 4 ആൾ കാണട്ടെ ആരാണ് ആ വ്യക്തി എന്നുള്ളതും, ആ വ്യക്തിക്ക് കുടുംബമുണ്ട് എന്നുണ്ടെങ്കിൽ അറിയട്ടെ. നിന്റെ ഇനി നീ നോക്കാനേ പാടില്ല അബ്സ. ഇനി നീ ആ വ്യക്തിന്റെ കുടുംബജീവിതത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മക്കളെ കുറിച്ചിട്ടോ പിന്നെ വീട്ടുകാരെ കുറിച്ചോ നീ ചിന്തിക്കാൻ പാടില്ല. കാരണം നിന്നെയാണ് ആൾക്കാർ പിഴാന്ന് പറയുന്നത്. നിന്റെ വീട്ടുകാർക്ക് എത്ര വിഷമം ഉണ്ടാവും അത് കാണുമ്പം. നിന്നെ ആൾക്കാർ ഒരു കാരണമില്ല, നിന്റെ മേത്തൊരാൾ തൊടുകയും ചെയ്തിട്ട്, നിന്റെ അനുവാദമില്ലാണ്ട് തൊട്ടിട്ട് നിനക്കത് അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുകയും ചെയ്തിട്ട് നീ നാട്ടുകാരെ വായിലിരിക്കുന്നത് കേൾക്കുന്നത് എന്താണ് നിനക്ക് എന്റെ ആവശ്യം? നിനക്ക് നിന്റെ വീട്ടുകാരെ കുറിച്ച് നീ ചിന്തിക്കണ്ടേ? സോഷ്യൽ മീഡിയ നിന്റെ വീട്ടുകാരെ കുറിച്ച് ആൾക്കാർ വന്നിരുന്ന് പറയുമ്പം അത് നീ ഒരു നിരപരാധിയായിരുന്നിരിക്കെ ഫേസ് ഇട്ടിട്ട് ബാക്കി നോക്കാം. അങ്ങനെ ചെയ്. നീ ധൈര്യപൂർവ്വം ഫേസ് ഇടുകയാണെങ്കിൽ നിന്റെ എഗെയിൻസ്റ്റ് നിന്ന ഇത്രയും ആൾക്കാർ ഞാൻ പറയുകയാണ് നിന്റെ കൂടെ നിൽക്കും. നിന്റെ കൂടെ നിന്ന് ആ വ്യക്തിയെ നിയമത്തിന്റെ മുന്നിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ കൊണ്ടുവരാൻ ആൾക്കാർ നിൽക്കും. എന്താ നിൽക്കില്ലേ? ഞാൻ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് അങ്ങനെ ഇവളെ, ഈ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾ ആ വ്യക്തിനെ ഇവള് വന്നിരുന്ന് പറയുകയാണ് ഇതാണ് ആ വ്യക്തി, എന്നെ ഇങ്ങനെ മോശമായിട്ട് തൊട്ട വ്യക്തി ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കില്ലേ? നിൽക്കും. അബ്സ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അല്ലാണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെയല്ല പറയേണ്ടത്. എന്നെ ആരും പ്രതികരിക്കാൻ നിൽക്കരുത്, നിങ്ങൾ വേഗം UK വിട്ടോളൂ, അമേരിക്കയിലേക്ക് വിട്ടോളൂ എന്നുള്ളതല്ല. സീരിയസ്ലി മാൻ, ഒരാൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്ക് അനുഭവങ്ങൾ ഇല്ലാണ്ടിരിക്കട്ടെ. അനുഭവം വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആദ്യം റെക്കോർഡ് ചെയ്യുക, പ്രതികരിക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിരിക്കും. പ്രതികരിച്ചു കഴിഞ്ഞതിന് ശേഷം അതും റെക്കോർഡ് ചെയ്യുക. വന്നിരുന്നിട്ട് ആ റെക്കോർഡ് വെക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഉണ്ടായത്, നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം, മെന്റലി ഓക്കെ ആയതിനു ശേഷം എന്താണ് ഉണ്ടായത് എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ, അതല്ല പ്രതികരിക്കുന്നു, മൂക്ക് കുത്തി പൊട്ടിക്കുന്നു, മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിക്കുന്നു, ചെവിക്കൽ അടിച്ചു പൊട്ടിക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ ഹാപ്പിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ആ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെയല്ല. അത്രയും മോളുടെ ഭാഗത്ത് നിന്ന് ഫോൾട്ട് പറ്റിയിട്ടുള്ളൂ. വീഡിയോ ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ കഥ നേരെ മാറിയേനെ. ഓക്കെ, അപ്പൊ ശരി.